ഹൈന്ദവ സംസ്കൃതിയിൽ ഈശ്വരീയ സങ്കല്പത്തിന്റെ മാതൃഭാവമായ പരാശക്തി മഹാകാളി ഭാവത്തിൽ പരിപൂർണ ചൈതന്യത്തോടെ കുടികൊള്ളുന്ന ചങ്ങൻകുളങ്ങര പുലത്തിട്ട ചതുഷ്ഷഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനത്തിന് തുടക്കമായി. പുലിത്തിട്ട ചതുഷ്ഷഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദേവ ക്ഷേത്രത്തിൽ മാത്രം വർഷം തോറും നടത്തിവരുന്നതും ഭക്തജനങ്ങൾക്ക് അത്ഭുതകരമായ പ്രത്യക്ഷ അനുഭവങ്ങൾ നൽകുന്നതുമായ അത്യപൂർവ ആചാരമാണ് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനം. ശൈവ വൈഷ്ണവ സാങ്കേത വിധിപ്രകാരം നടത്തുന്ന ത്രിശക്തി പൂജയിൽ ശ്രീ മഹാദേവനെയും ശ്രീ മഹാവിഷ്ണുവിനെയും ശ്രീ മഹാത്രിപുരസുന്ദരിയെയും യഥാവിധി സംപ്രീതരാക്കി പരാശക്തിയുടെ ചൈതന്യം ദേവിയുടെ മൂർത്തിരൂപത്തിൽ ആവാഹിച്ച് ഭക്തരുടെ കൈകളിൽ ചാർത്തുന്ന ഭക്തിനിർഭരമായ മഹായജ്ഞത്തിനാണ് തുടക്കമായത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികൾ കാപ്പുകെട്ട് ചടങ്ങുകൾക്ക് ഭദ്രദീപം തെളിയിച്ച് ആരംഭം കുറിച്ചു. ഈ വർഷത്തെ വ്രതാനുഷ്ഠാന ചടങ്ങിനോടൊപ്പം ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റിൻ്റെ 4ാമത് വാർഷിക ആഘോഷം കൂടി ഉദ്ഘാടനം ചെയ്യുവാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരു ദേവസ്വം ട്രസ്റ്റിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേവലം ഒരു ദേവസ്വം ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ആധ്യാത്മികമായ ഔന്നത്യം മാത്രമല്ല ലക്ഷ്യമിടുന്നത് എന്നിവിടെ സൂചിപ്പിച്ചു. ട്രസ്റ്റുകളെല്ലാം മുന്നോട്ട് വെക്കേണ്ടത് സാമൂഹിക നന്മയിൽ ഊന്നിയ പ്രവർത്തനങ്ങളാണ്. സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് സാമൂഹിക നന്മയ്ക്ക് വേണ്ടി, സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ആ വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ വലിയ ലക്ഷ്യം സാക്ഷാത്കരിച്ചുകൊണ്ടാണ് ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെയേറെ അഭിമാനകരമാണ്, ശ്രദ്ധേയകരമാണ് എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിവിടെ ഒരു നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വ്രതാനുഷ്ഠാന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. മാനേജിംഗ് ട്രസ്റ്റ് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാലങ്ങളായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ അദ്വൈത സാക്ഷാത്കാരത്തിന്റെ ബാഹ്യാചരണമാണ് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനമായി ഇവിടെ പരിണമിച്ചിരിക്കുന്നത്. ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ കുണ്ടലിനി തത്വമാണ് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനത്തിന്റെ ആധാരം തന്നെ. കാപ്പണിയുന്ന ഭക്തന്റെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ 7 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ ഷഡ്ചക്രങ്ങളെയും ഭേദിച്ച് 7ാം ദിവസം സഹസ്രാര പത്മത്തിൽ കുടികൊള്ളുന്ന ശിവതത്വവുമായി താതാത്മ്യം പ്രാപിച്ച് ശിവശക്തി ഐക്യം പ്രാപ്തമാക്കുക വഴി ഭക്തനും ദേവിയും ഒന്നായിത്തീരുന്ന അസുലഭമായ ആത്മീയ ഉണർവാണ് കാപ്പണിയുന്ന ഭക്തന് ഇവിടെ സാധ്യമാകുന്നത് എന്നും ചടങ്ങിൽ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു. നിർധനരായ ആളുകൾക്ക് 4 സെന്റ് വീതം ഭൂമിയും അതിലേക്ക് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കടന്നു വരുവാനുള്ള വഴി പ്രത്യേകവും, അങ്ങനെ ഏതാണ്ട് 5 സെന്റ് ഒരാൾക്ക് വരത്തക്ക രീതിയിലുള്ള വസ്തുവാണ് ഇന്ന് ഇവിടെ വെച്ച് അതിൻ്റെ ആധാരം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ അതിന് വരുന്ന എല്ലാ രജിസ്ട്രേഷൻ്റെയും ചിലവുകളും നമ്മൾ തന്നെ നിർവഹിക്കപ്പെടുകയാണെന്നുകൂടി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അടുത്തത്, നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം. ഇവിടെ കാപ്പ് കെട്ടി വ്രതമനുഷ്ഠിക്കുന്ന ഭക്തജനങ്ങൾ ദേവിയുടെ കൃപാകടാക്ഷത്താൽ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുകയും വീണ്ടും വീണ്ടും അവർ ഈ സന്നിധിയിലേക്ക് എത്തപ്പെടുകയുമാണ് ചെയ്യുന്നത്. ആയിരങ്ങളാണ് ഇവിടെ
അന്നത്തെ ദിവസം ഈ ക്ഷേത്ര നട അടയ്ക്കുന്നതിന് മുമ്പായി ഇവിടെ കാപ്പ് കെട്ടുവാനായി എത്തപ്പെടുന്നത്. മറ്റുള്ള ക്ഷേത്ര സങ്കേതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രം വേറിട്ട് നിൽക്കുന്നത് എന്താണ് എന്ന് ഇവിടെ വളരെ അടുത്ത് നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും. ഈ ട്രസ്റ്റിന്റെ പേര് തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റ് എന്നാണ്. അപ്പോൾ എന്താണ് ശ്രീവിദ്യ? അത് ഇപ്പൊ ഇവിടെ പറയാൻ പറ്റത്തില്ല, കാരണം ഇവിടുത്തെ നാരീ സമാജത്തിലെ അംഗങ്ങളാണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് കയറി നിന്നുകൊണ്ട് വാപ്പ് കെട്ടാനുള്ള സമയം അപഹരിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് ഒറ്റ വാക്കിൽ മാത്രമേ പറയുവാൻ, എന്നെ അങ്ങനെ ആദ്യമേ തന്നെ അവര് വിലം കിട്ടിട്ടുള്ളതിനാൽ ഞാൻ ഒറ്റ വാക്കിൽ മാത്രമേ അത് പറയുവാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മാവേലിക്കര കണ്ടിയൂർ തപോവൻ ധ്യാന കേന്ദ്രം ആചാര്യ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി കാപ്പുകെട്ടിനും ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മാധവ മുനിവറത ഭാരതി, ക്ഷേത്രം മേൽശാന്തി ശ്യാംകുമാർ കരുനാഗപ്പള്ളി, യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ വളവനാട് വിമൽ വിജയ് എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റ് ട്രസ്റ്റി ബി മുരളീധരൻ മിനി ഭവനം കൃതജ്ഞത രേഖപ്പെടുത്തി.